നിങ്ങൾക്കറിയാം, ദീർഘയാത്രയുടെ ആളുകളാണ് അറബികൾ. അവര് ഉഷ്ണപ്രദേശത്ത് ജീവിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികതയില്ലാതെ ജീവിക്കുക എന്നത് പ്രയാസകരമാണ്. അങ്ങനെ അറബികൾ അവരുടെ യാത്രകളിൽ ഇണകളെ കൊണ്ടുപോകാൻ കഴിയാതിരുന്നാൽ ചില സ്ഥലങ്ങളിൽ അവർ തമ്പടിക്കുന്ന സമയത്ത് അവർ താൽക്കാലികമായി വിവാഹം ചെയ്യും. താൽക്കാലിക വിവാഹം എന്ന് പറഞ്ഞാൽ കേവല വ്യഭിചാരമല്ല. പെൺകുട്ടിയുടെ, ഏത് പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ അറിഞ്ഞുകൊണ്ടുള്ള, അതിന് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള വിവാഹമാണത്. പക്ഷെ വിവാഹത്തിന്റെ സവിശേഷത ഒരു കാലനിബദ്ധമായിരിക്കും എന്നുള്ളതാണ്. അഥവാ ഈ വിവാഹം 3 മാസത്തേക്കാണ്. ആ 3 മാസത്തേക്കുള്ള വിവാഹത്തിനുള്ള വിവാഹ മൂല്യം കൊടുക്കണം. ആ വിവാഹ മൂല്യം കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഈ 3 മാസത്തെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഇയാൾക്കുണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ദീർഘകാലം തമ്പടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി വന്ന സഹാബിമാരിൽ ചിലർക്ക് സ്വാഭാവികമായും അവർ തുടർന്നു വന്നിരുന്ന ഒരു സമ്പ്രദായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് അനുവദിച്ചിരുന്നു. അല്ല ഉസ്താദെ, ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാം. നിങ്ങളുടെ ഈ പുരുഷന്മാർക്ക് മാത്രമേ ഈ ടെമ്പററി മാരേജ് ഒക്കെ പറ്റത്തുള്ളൂ. സ്ത്രീകളും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആണോ? നമ്മുടെ നാട്ടില് ഇതുപോലുള്ള സല്ലല്ലാഹു അലൈഹി ശല്യത്തിനൊക്കെ പറയുന്ന പേര് കിഴപ്പന്മാർ എന്നാണ്.